ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കൊരു മഷ്റൂം പൊട്ടറ്റോ കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം മഷ്റൂം എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എല്ലാ മഷ്റൂമും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ പുറത്തെ തോല് പൊളിച്ച് കളയണം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവരും ഫുഡൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, കറിയൊക്കെ എന്താണ് ഉണ്ടാക്കിയത് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ മഷ്റൂം എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സാക്കി വെച്ചിട്ടോ. കാരണം ഇനി അതിനെ എന്തെങ്കിലും പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്തെന്ന് മാത്രം. ഇനി ചട്ടി എടുത്ത് അടുപ്പേൽ വെച്ചു, എണ്ണ ഒഴിച്ചു, ജീരകം കേട്ടോ ഞാനിവിടെ ഇട്ടത്. ജീരകം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് സവാള എരിഞ്ഞതെടുത്ത് ഇടാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് സവാള. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. അത് വഴന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തക്കാളി അരച്ചതാട്ടോ ചേർക്കുന്നത്. തക്കാളി അരച്ച് പേസ്റ്റാക്കിയിട്ട് അതാണ് ചേർക്കുന്നത്. തക്കാളി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇനി പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. മുഴുവൻ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ല ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇടാം കേട്ടോ. ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് തൈര് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈരും കൂടി ചേർക്കാം കേട്ടോ. തൈരും ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിതിനകത്ത് മല്ലിയില ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് കാണിക്കുന്ന ആ വീഡിയോ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ മല്ലിയില ചേർക്കാം. പിന്നെ അതല്ല, മല്ലിയില അല്ലാതെ പിന്നെ ഒരു സാധനം ചേർക്കുന്നത് എന്താണെന്നാൽ കസൂരി മേത്തി വേണമെങ്കിലും ചേർക്കാം. ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ളൊക്കെയേ ചേർക്കാവുള്ളൂ. അതും ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അറിയാൻ പാടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനകത്ത് നമ്മൾ ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് വെന്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങും ഇതിനകത്തുനിന്ന്. നല്ല ഗ്രേവി ആയിട്ട്, നല്ല തിക്ക് ഗ്രേവി. ഇനിയിപ്പോൾ ഗ്രേവി ആവശ്യമുള്ളവർ ആണെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമുക്കിനി അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് അത് വേവട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതെ, കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെള്ളം, ഞാൻ ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണത്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.